ഹായ്. DNA കണ്ടിട്ട് ഇറങ്ങി. നമ്മുടെ DNA കാസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വനിതാ തിയേറ്ററിലാണ് കണ്ടത്, വനിതാ സിനിപ്ലെക്സിൽ. അപ്പോൾ അവിടെ ബാബു ആന്റണി ആൻഡ് ടീമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. സിനിമയിലേക്ക് വരാം. അതെ, ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ്. റായി ലക്ഷ്മി IPS. ഈ പോലീസുകാർക്ക് ഒരു അതും ഇല്ല ബ്രോ. ഒരു സെൻസും ഇല്ലാതെ ഈ പോലീസ് ഓഫീസേഴ്സ് അവരുടെ അഭിനയം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോഴേ. ഇപ്പൊ ഒരു സെർച്ച് സീൻ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഏരിയയിൽ ഒരു സെർച്ച് ഉണ്ട്. നമ്മുടെ കില്ലർ മർഡർ ചെയ്ത ബോഡിയും ഒരു വെഹിക്കിളിനകത്ത് ഉപേക്ഷിച്ച്, ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഉപേക്ഷിച്ച് ഒരു 20 പോലീസുകാരുണ്ട്. സാധാരണ നമ്മള് പോലീസുകാർ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ 4 വശത്ത് ഓടി സെർച്ച് ചെയ്യും. ഇത് റായി ലക്ഷ്മിയുടെ ബാക്കിൽ 20 പേര് ചുമ്മാതെ നടക്കുക. റായി ലക്ഷ്മി നേരെ വണ്ടി എടുത്തോട്ട് പോകും. ഒരു കാടാണെന്ന് നമ്മൾ ആലോചിക്കണം. കുറെ വെറുതെ സെർച്ച് ചെയ്യുന്ന പോലെ നമ്മളൊന്ന് അഭിനയിച്ചിട്ട് വേണം വണ്ടി കണ്ടുപിടിക്കാൻ, അല്ലേ? എന്ത് സെർച്ച്! റായി ലക്ഷ്മിയുടെ കൂടെ ഒരു 20 ചേട്ടന്മാര് ചുമ്മാ നടക്കുക. ഒരു പോലീസുകാരാണെന്നുള്ളൊരു ബോധമില്ല അവർക്ക്. എന്നിട്ട് ഇതിനകത്തൊരു വില്ലന്റെ ഒരു ഫീമെയിൽ ഗേൾഫ്രണ്ട് ഉണ്ട്. അപ്പോ അവരെ ട്രേസ് ചെയ്ത് പിടിക്കുമ്പം വെറും ലോക്കൽ ലാംഗ്വേജില് കേരള പോലീസ് എന്ന് വെച്ചാൽ എന്താ വിചാരിച്ചടി, അങ്ങനെ അവിടെ പോലീസ് ആവുന്നത് വെറും ലോക്കൽ സിറ്റുവേഷനിലും. ഇൻവെസ്റ്റിഗേഷൻ വരുമ്പം ഒരു വസ്തു അറിയാൻ മേത്ത കുറെ പോലീസുകാർ. ഇതൊക്കെ ഡയറക്ടറിന്റെ പ്രോബ്ലമാണ്. ഇവിടെ ഉണ്ട് കാസ്റ്റിംഗ് ഇഷ്യൂ. റായി ലക്ഷ്മിക്ക് തീരെ ചേരാത്ത ഒരു IPS റോൾ. പിന്നെ ഹീറോ, മൈ ഗോഡ്. എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ല കേട്ടോ, സോറി. പക്ഷെ ആ ഹീറോയെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പടമാണ്. ഹി ഈസ് ഗെറ്റിംഗ് മോർ വിസിബിലിറ്റി വിത്ത് ദിസ് മൂവി. ഒരു ബേസിക് സെൻസ് വേണ്ടേ? ഇപ്പം കോസ്റ്റ്യൂംസ് ആയാലും ഹെയർ സ്റ്റൈൽ ആയാലും നമുക്കൊരു ബേസിക് സെൻസ് വേണം. ഒരു അതുമില്ല. ഡബിങ്, ഇപ്പൊ നമ്മള് TV-യിലാണ് കാണുന്ന സിനിമയെങ്കിൽ നമ്മൾ അറിയത്തില്ല. ലിപ് മൂവ്മെന്റും ഡയലോഗും അറിയത്തില്ല. തിയേറ്ററിൽ ഇത്രയും വലിയ സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ ലിപ് മൂവ്മെന്റും ഡയലോഗും തമ്മിൽ മാച്ച് ചെയ്തിരിക്കുന്ന നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. മൂവി ഉടനീളം ഡബിങ് ഇഷ്യൂ ആണ്. ഡബിങ് ഇഷ്യൂ ഞാൻ ഉദ്ദേശിച്ചത് ആ ലിപ് മൂവ്മെന്റും ഡയലോഗും ഉള്ള ഒരു വ്യത്യാസം നല്ല വൃത്തിക്ക് മനസ്സിലാവുന്നത്. അതാണ് ഈ മൂവിയുടെ ഒരു പ്രോബ്ലം. പിന്നെ പ്രോബ്ലം ഈ കേരള പോലീസ് ആണെന്നുള്ളൊരു സെൻസ് ഇല്ലാതെ കുറെ പേര് അഭിനയിക്കുക. ചുമ്മാതെ കുറെ സ്ക്രീനിനകത്ത് 10-20 പേരുണ്ട്, 2 പേര് മാത്രം അഭിനയിക്കും, ബാക്കി വെറും മരം പോലെ നിൽക്കുകയാണ്. ഇതൊക്കെ ഒരു ഡയറക്ടറിന്റെ ബേസിക് നോളജാ ബ്രോ. എനിക്ക് ഒരു വസ്തു അറിയത്തില്ല മൂവിയെ പറ്റി, എന്നിട്ട് ഞാൻ ഇത്രയും പറയുന്നു. ഒബ്സർവ് ചെയ്യുന്നു. ഇതൊക്കെ നാട്ടുകാർ ഒബ്സർവ് ചെയ്ത് അവർക്ക് സിനിമ ഉണ്ടാക്കി പരിചയം പറഞ്ഞ് കണ്ടു പരിചയമുണ്ടല്ലോ. വർഷങ്ങളായില്ലേ കാണാൻ തുടങ്ങി. ഇതാണ് 20 പേര് സ്ക്രീനിൽ നിന്ന് ചുമ്മാ നിൽക്കുക. എന്നാൽ ഒഴിവാക്ക്. എന്തിനാ 20 പേര്? ആ റായി ലക്ഷ്മിയും കൂടെ വന്ന് 2 പോലീസുകാര്, അവര് മാത്രം പോരെ? അവര് മാത്രം സെർച്ച് ചെയ്തിട്ട് എന്തിനാ 20 പേരും കൊണ്ട് സെർച്ച് ചെയ്യുന്നത് വെറുതെ? അതാണ് ഒരു പ്രോബ്ലം. പിന്നെ ഡബിങ്, പിന്നെ പാട്ടും ഇതൊക്കെ സബ്ജക്റ്റീവ് ആണ്, ഫൈൻ. പക്ഷെ ഇതിനകത്ത് കുറച്ച് സാമ്യമുള്ള എന്താ പറയാ, നമ്മുടെ രാക്ഷസൻ മൂവി അറിയാവോ? രാക്ഷസൻ തമിഴ് മൂവി. ആ ടെംപ്ലേറ്റ് അതാണ്. കൊന്ന് ഉപേക്ഷിക്കുക, സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കുക. പക്ഷെ അവിടെ പോലീസിന് ഒരു വിലയുണ്ട്. IPS ആണ്, ട്രേസ് ചെയ്യുന്നൊക്കെ. ഇത് ഒരു വിലയില്ലാതെ, പോലീസിന്റെ വില ഇല്ലാതാക്കി കളഞ്ഞു.
ആർട്ടിസ്റ്റുകളെ സ്ക്രീനിൽ വെറുതെ പിടിച്ചു നിർത്തുക. പക്ഷെ റിവ്യൂ പറയാൻ സാധാരണ പുറത്ത് ആള് നിൽക്കേണ്ടതായി. ഇപ്പൊ ആരെയും കണ്ടില്ല. കാരണം എനിക്ക് തോന്നുന്നു സ്റ്റാർ കാസ്റ്റും കൂടെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അതുകൊണ്ടൊക്കെ ആയിരിക്കും അവിടെ മുൻപ് ചെയ്തുകൂടാല്ലോ. ഐ മീൻ അറിഞ്ഞൂടാ. പക്ഷെ ഇതാണ് സിനിമ കേട്ടോ. ഞാൻ രാവിലെ ഗോളം കണ്ടിട്ടാണ് ഇറങ്ങിയത്. അതിനൊരു 10-7 കൊടുത്തു. കാരണം 2 മണിക്കൂർ കൊണ്ട് ആ പടം ഒന്ന് തീർന്നു കിട്ടിയായിരുന്നു. പക്ഷെ ഇത് രക്ഷയില്ല കേട്ടോ. 3 മാർക്ക് ഞാൻ കൊടുക്കൂല. 3 points കൊടുക്കത്തില്ല. ഐ മീൻ ഐ നീഡ് എ പോസിറ്റീവ് 3 points. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, സീരിയൽ കളറിന്റെ ആ ടെംപ്ലേറ്റ്, അതൊരു അത് കോപ്പി അടിച്ചാലും സൂപ്പർ മൂവിയാണ്. അപ്പം രാക്ഷസനെ കോപ്പി അടിച്ച് മലയാളത്തിലാക്കിയാലും മതി. ഒരു 7 പോയിന്റ് കിട്ടിയതിന്. പുറത്തിറങ്ങിയിട്ട് ഇത് രാക്ഷസന്റെ കോപ്പിയാന്ന് മാത്രം കുറ്റം പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ആ ടെംപ്ലേറ്റ് എടുത്തിട്ട് കുളമാക്കിയത്. പിന്നെ നമ്മളുടെ ഹിന്ദു സോങ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത് ഫൈറ്റ് സീൻസിലും ഒക്കെ. കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് പ്രത്യേകിച്ച് പ്രോപ്പഗൻഡൊന്നും ഇല്ല. പക്ഷെ പറഞ്ഞ ജടാരദത്ത താണ്ഡവം നമ ശിവ ശിവ ആ പാട്ട് കൊല ചെയ്യുമ്പം അതാണ് പാട്ട്. സിങ്ക് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. സിങ്ക് ആയില്ല. പക്ഷെ ഇതാണ് സംഭവം കേട്ടോ. DNA നോട്ട് വർത്ത് വാച്ചിങ് ഈവൻ ഇൻ OTT. 2 hours 45 minutes. 2 hours 45 സീരിയൽ കില്ലിങ്. നിങ്ങളെ കില്ല് എന്താ പോലെ. നോട്ട് യുവർ വർത്ത് വാച്ചിങ്. ഞാൻ പറയുന്നത്, ഞാൻ ഫീനിക്സ് കണ്ടിട്ടുണ്ട് പടം. ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഈ മെഗാസ്റ്റാർസ് മൂവി മാത്രമല്ല ഏത് മൂവിക്കും തല വയ്ക്കും. കാണാൻ കൊള്ളാമെങ്കിൽ കൊള്ളാം, കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല. That's it. And there is nothing personal about it. Just ആ ഗോളം കണ്ടപ്പം എനിക്ക് ഫസ്റ്റ് ഹാഫിൽ ഇച്ചിരി ഒന്ന് മയങ്ങിയായിരുന്നു. ഇത് മയങ്ങിയെന്ന് മാത്രമല്ല, എനിക്ക് എണീറ്റ് പോയാൽ മതിയായിരുന്നു. ബിക്കോസ് there is no connect. തുന്നിക്കെട്ടിയ മൂവി. പോസ്റ്റ്മോർട്ടം ചെയ്തു ഒരു ശരീരം. ഇപ്പം ഇതൊരു ശരീരം അതിനെ അടിച്ച് തൂട്ടി പോസ്റ്റ്മോർട്ടം ചെയ്യപ്പോ എങ്ങനെയിരിക്കും? സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. DNA യൂസ്ലെസ്. അതിനകത്ത് ഒരുപാട് പേര് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അവരെയൊന്നും നമ്മൾ യൂസ്ലെസ് പറയുന്നില്ല. കാരണം അവരുടെയൊക്കെ വേറെ മൂവിയൊക്കെ നല്ല നല്ല മൂവികളുണ്ട്. ദിസ് ഫൈനൽ പ്രൊഡക്റ്റ് ഈസ് യൂസ്ലെസ്.